പവിഴം മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റൻ ക്രമിലേക്ക് സ്വാഗതം. നമ്മൾ മാജിക് അവനിലൂടെ വ്യത്യസ്തമായ നാടൻ വിഭവങ്ങളും അതേസമയം വളരെ സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക മുന്തിയ ബേക്കറീസിലും വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ കിട്ടുന്ന അത്തരം വിഭവങ്ങളുമൊക്കെ പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അത്തരം വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും നമ്മളൊരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതൊരു പേസ്ട്രിയുടെ കൂട്ടത്തിൽ കൂട്ടാം. അതൊരു ടാർട്ടാണ്. ഇതൊരു റിച്ച് ടാർട്ടാണ് വിത്ത് ഫില്ലിംഗ്. അപ്പോൾ ഈ റിച്ച് ടാർട്ട് എന്ന് പറയുമ്പോൾ ടാർട്ട് നമ്മളിതിന് മുന്നേയും തയ്യാറാക്കിയിട്ടുണ്ട്. ടാർട്ട്സ് തന്നെ പല രീതിയിൽ ചെയ്യാം. അതായത് വെണ്ണയുടെ അളവ് കൂട്ടിയും കുറച്ചും മധുരം കൂട്ടിയും കുറച്ചും പിന്നെ എരിവുള്ള ഫില്ലിംഗ് ഒക്കെ വയ്ക്കുന്ന ടാർട്ടാണെങ്കിൽ സ്വീറ്റ് ടാർട്ട്സിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ബേസ് പഞ്ചസാര ചേർക്കാണ്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു സ്വീറ്റ് ടാർട്ടാണ്, പക്ഷേ കുറച്ച് റിച്ച് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടാർട്ട് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, അതിൻ്റെ മിക്സിങ് എങ്ങനെയാണ് ഡോ ഉണ്ടാക്കുന്നത്, അത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ടാർട്ട് കേസ്, അതിന് ശരിക്കും ടാർട്ട് ഉണ്ടാക്കാനായിട്ട് മോൾഡുകളുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഇത് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്കുള്ള ഒരു ഫില്ലിംഗ്, അതൊരു പേസ്ട്രി ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആ പേസ്ട്രി ക്രീം വെച്ചൊരു ഫില്ലിങ്ങും അതിൻ്റെ മുകളിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സും വെച്ചിട്ട് ഒരു ഫ്രൂട്ട് ടാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട് ടാർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാർട്ട് ബേസിന് വേണ്ട ചേരുവകൾ: മൈദമാവ് 1/4 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, നല്ല തണുത്തുറഞ്ഞ വെണ്ണ 100 ഗ്രാം, 2 മുട്ടയുടെ മഞ്ഞ, ഐസ് വാട്ടർ 1 ടേബിൾ സ്പൂൺ. ഇനി പേസ്ട്രി ക്രീമിന് വേണ്ട ചേരുവകൾ: പഞ്ചസാര 1/2 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, പാൽ 1 കപ്പ്, കോൺഫ്ലവർ 4 ടീസ്പൂൺ, മുട്ടയുടെ മഞ്ഞ 2 എണ്ണത്തിൻ്റേത്, വാനില എസൻസ് 1 ടീസ്പൂൺ, ഫ്രൂട്ട്സ് ആവശ്യാനുസരണം. അപ്പോൾ നമ്മളുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ റിച്ച് ഒരു പേസ്ട്രിയും അതിനോടൊപ്പം നമ്മളൊരു പേസ്ട്രി ക്രീമും പിന്നെ നമ്മളുടെ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടൊരു ഫ്രൂട്ട് ടാർട്ട് തയ്യാറാക്കാൻ പോവാണ്. അത് നമ്മൾ 2 സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പേസ്ട്രിയുടെ ബേസ് ഉണ്ടാക്കണം. ആ പേസ്ട്രി ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? പേസ്ട്രി കേസാണ്. അപ്പോൾ അതാണ് ടാർട്ട്. ആ ടാർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡോ ഉണ്ടാക്കി അതിനെ നമ്മൾ ഒരു ടാർട്ട് മോൾഡിലേക്ക് വെച്ച് പ്രസ് ചെയ്യും. അത് ആദ്യത്തെ ജോലി, അത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, വളരെ ശ്രദ്ധിച്ച് കാണുക എന്താണ് ഓരോരോ സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് അളന്ന് വെച്ചിരിക്കുന്ന മൈദമാവ് അത് ഞാൻ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിലേക്ക് പിന്നെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര അതും ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, 1/4 കപ്പ് മൈദമാവ്, ഇതാണ് ഈ മിക്സ്. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ. അതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് റൂം ടെമ്പറേച്ചർ ആയത് വേണ്ട, കുറച്ച് ഹാർഡായിരിക്കുന്ന വെണ്ണ. അതിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. 100 ഗ്രാം ഒരു പാക്കറ്റ്. അപ്പോൾ ഇതൊരു കോൾഡ് ബട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളിനി ഇതിങ്ങനെ ആ മാവും പഞ്ചസാരയും കൂടി ചേർന്ന മിശ്രിതത്തിലേക്ക് ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് പൂർണ്ണമായും യോജിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് പുട്ടുപൊടി നനച്ച പോലെയുള്ള രീതിയിലാകും. അതാണ് വേണ്ടത്. അപ്പോൾ പുട്ടുപൊടി നമ്മൾ വെള്ളം തളിച്ച് നനച്ചെടുക്കില്ലേ, അതുപോലത്തെ ഒരു ടെക്സ്ചറിലേക്ക് മാറും. ഒരു ക്രംസ് മാതിരി, ബ്രെഡ് ക്രംസ് പോലെയോ അങ്ങനെ ഒരു രീതിയിൽ വരും. അപ്പോൾ നല്ല ഐസ് കോൾഡ് ബട്ടറാണ് വേണ്ടത്. നല്ല തണുത്തുറഞ്ഞിരിക്കുന്ന വെണ്ണയും ഈ കാര്യങ്ങളും ചേർത്തിട്ട് ഇങ്ങനെ തിരുമ്മി നമ്മൾ മാവിൻ്റെ കൂടെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊടി പോലെ ആകും. ഈ മാവിൻ്റെ മിശ്രിതം ഇങ്ങനെ ഒരു റൊട്ടിപ്പൊടി മാതിരി ഒരു ക്രംസ് പോലെ ആയി വരും. അപ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെണ്ണ കിട്ടുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ യോജിപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ വെണ്ണയുടെ ഒരു അംശം ഇറങ്ങും. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ യോജിപ്പിക്കും. ഇതാണ് എപ്പോഴും നമ്മളൊരു ടാർട്ട് ബേസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൈ ഉണ്ടാക്കുകയാണെങ്കിൽ പൈ ബേസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പൈ എന്ന് പറയുമ്പോൾ അതൊരു ഐറ്റമാണ്. പിന്നെ ടാർട്ട്ലെറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പേസ്ട്രി ബേസാണിത്. പേസ്ട്രി ബേസ് ഉണ്ടാക്കാനായിട്ട് സാധാരണയായിട്ട് ചെയ്യണ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണത്. കണ്ടില്ലേ, ഇപ്പോൾ ശരിക്കും മാവിങ്ങനെ നമ്മൾ പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്ന പോലെ ആയില്ലേ? കാണുമ്പോൾ അറിയാമല്ലോ. അതെ, കണ്ടില്ലേ, ഈർപ്പം തോന്നിക്കുന്ന പോലെ ആയിക്കഴിഞ്ഞു ചെറുതായിട്ട്. ഇത് നല്ല രസകരമായ ജോലിയാണ്. വലിയൊരു ജോലിയായിട്ട് ആർക്കും തോന്നില്ല. വേണമെങ്കിൽ ഈ ഒരു ജോലി വീട്ടിലെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാം.
അവർക്കൊരു പാർട്ടിസിപ്പേഷനാണ്. അമ്മയുടെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ കൂടെ നിർത്തിയൊക്കെ ചെയ്യിക്കാൻ പറ്റിയ കാര്യമാണ്. ഇത് മോളെ ഇത് ചെയ്യും അല്ലെങ്കിൽ മോനെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കാം. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അവരിങ്ങനെ ഈ കാര്യമൊക്കെ ചെയ്ത് ഇങ്ങനെ ബ്രെഡ് ക്രംസ് പോലെ കാണിച്ചിട്ടിരിക്കും. വെണ്ണയുടെ പീസസ് എല്ലാം തന്നെ മാവുമായി യോജിച്ച് കഴിഞ്ഞു ഏകദേശം. അപ്പോൾ നല്ല വ്യത്യാസം കണ്ടോ? ഇതാണ് നമുക്ക് വേണ്ട ടെക്സ്ചർ. പൊടിഞ്ഞിരിക്കുന്ന മാതിരി പുട്ടിൻ്റെ പൊടി പോലെ തോന്നിക്കണം. ആ ജോലി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇനിയാണ് നമ്മൾ 2 കാര്യം. ഒന്ന് 2 മുട്ടയുടെ മഞ്ഞ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. അതിങ്ങനെ ഒന്ന് ഉടയ്ക്കുക. സ്പൂൺ വെച്ച് ഉടച്ചാൽ മതി. എന്നിട്ട് അത് ഇതിലേക്ക് യോജിപ്പിക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഐസ് വാട്ടറും കൂടി ചേർത്തിട്ട് ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ആദ്യം സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചു. ഇനി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ഡോ ആയിട്ട് നമ്മൾ ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ റെഡിയായി വന്നു കഴിഞ്ഞു. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇനി ഇതിനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. കുറച്ച് നേരം, ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് സമയം നോക്കുക. അതായത് നമുക്കൊരു 20 മിനിറ്റ് തന്നെ ധാരാളം മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മാവ്, ഈ ഡോ നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. കുറച്ച് നേരം, ഒരു 10-15-20 മിനിറ്റ് ഒരു ക്ലിങ് ഫിലിമോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ കൊണ്ട് ഇത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് കയ്യിലിങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാകമാവും. കുറച്ചുകൂടി ഒന്ന് ഉറയ്ക്കും. ഇപ്പോഴേ നല്ല ആവശ്യത്തിന് ഉറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടു സോഫ്റ്റ് അല്ലെങ്കിൽ തീരെ സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര മൃദുവായിട്ടിരിക്കാൻ പാടില്ല. കുറച്ചുകൂടെ ഒരല്പം ഒന്ന് സെറ്റാകണം. അതിന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെക്കാം. എന്നിട്ട് അത് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പേസ്ട്രി ക്രീം ഉണ്ടാക്കാം. അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യണം. അപ്പോൾ ടാർട്ട് ബേസിനുള്ള മാവ് കുഴച്ച് കഴിഞ്ഞു. ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു 20-25 മിനിറ്റ് വയ്ക്കാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട പേസ്ട്രി ക്രീം തയ്യാറാക്കാം. ഇനി പേസ്ട്രി ക്രീം നമുക്ക് തയ്യാറാക്കാം. അതിന് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ആദ്യം കുറച്ച് പാല്, ഇതിപ്പോൾ 1 കപ്പ് പാലുണ്ട്, അതിൻ്റെ പകുതി പാൽ ഇതിലേക്ക് ഒഴിക്കും. ബാക്കി കുറച്ച് പാലിൽ കോൺഫ്ലവർ, ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് കലക്കിയെടുക്കാം. ഇത് 4 ടീസ്പൂൺ കോൺഫ്ലവറാണ്, മൈദാമാവൊന്നുമല്ല. കോൺഫ്ലവർ 4 ടീസ്പൂൺ ഈ പാലിൽ, അതായത് 1/2 കപ്പ് പാലിൽ 4 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കുന്നു. 1/2 കപ്പ് പാല് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇത് ഒഴിക്കാം. അപ്പോൾ ഇത് കോൺഫ്ലവർ യോജിപ്പിച്ച പാലാണ്. ഇത് 1 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം 1 കപ്പ്, അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇപ്പം നല്ല റിച്ച് ആയിട്ടുള്ളൊരു പാലായില്ലേ. 1 കപ്പ് പാലും 1 കപ്പ് ക്രീമും കൂടി ചേർന്നുള്ളൊരു കോമ്പിനേഷൻ. നല്ല കൊഴുപ്പുള്ള പാലെന്ന് തന്നെ പറയാം. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഒരു കാര്യം കൂടി ചേർക്കണം. 1/2 കപ്പ് പഞ്ചസാര. 1/2 കപ്പ് പഞ്ചസാര, ഇത് ഗ്രാന്യൂൾസ്, പൊടിച്ച പഞ്ചസാര വേണമെന്നില്ല. ഈ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ തീ ഒരല്പം ഒരു ഇടത്തരം തീയിലേക്ക് ഞാൻ മാറ്റി ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര അലിയും. ഇതിങ്ങനെ ഒരു തിള വന്ന് ഇങ്ങനെ കുറുകുന്ന ഒരു സ്റ്റേജ്, നല്ല കുറുകി വരും, ഒരു ബബിൾസൊക്കെ വന്ന് ഇങ്ങനെ കുറുകുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല കുറുകി കണ്ടല്ലോ, ഇങ്ങനെ ടൈറ്റായി വരുന്നു. ഈ ഒരു സ്റ്റേജിൽ തീ നല്ലോണം കുറയ്ക്കുക. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകാൻ തുടങ്ങുമ്പോൾ തന്നെ തീ കുറയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതിയോളം എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. പകുതി ഭാഗം, ഏകദേശം പകുതി എടുത്തിട്ട് അതിനോടൊപ്പം നമ്മൾ 2 മുട്ടയുടെ മഞ്ഞ ഉടച്ചു വെച്ചിട്ടുണ്ട്. എഗ് യോക്സ്, മനസ്സിലായില്ലേ? 2 മുട്ടയുടെ മഞ്ഞ അത് ഇതിലേക്ക് ഒഴിച്ചു. ഇതിങ്ങനെ ഇതിൽ 2 മുട്ടയുടെ മഞ്ഞ യോജിപ്പിച്ച് എടുക്കുക പകുതിയിൽ. ഇത് നല്ല ചൂടായിട്ടുള്ളൊരു ക്രീമല്ലേ, അതിനകത്തേക്ക്
ഒരു കസ്റ്റേർഡ് മാതിരിയായി അതിനകത്തേക്ക് ആക്കിയിട്ട് എന്നിട്ട് നമ്മളിത് വീണ്ടും അടുപ്പിൽ ചെറിയ തീയിൽ കിടക്കുകയാണ്. ബാക്കി ക്രീം, പാൽ, കോൺഫ്ലവർ, പഞ്ചസാര മിശ്രിതം കണ്ടല്ലോ, അതിനകത്തേക്ക് മാറ്റി. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ആക്കിയില്ല. ഈ മാവ് നമ്മളിങ്ങനെ കുറുക്കി എടുത്തിരിക്കുന്ന കാര്യം പകുതി അതിലേക്ക് ഒഴിച്ചിട്ട് മുട്ടയുടെ മഞ്ഞ പുറത്ത് വെച്ചിട്ടാണ് യോജിപ്പിച്ചത്. എന്നിട്ട് നമ്മളിങ്ങനെ അടുപ്പിലേക്ക് മാറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ്, 1 ടീസ്പൂണോളം വാനില എസൻസ്. അപ്പോൾ ആ മുട്ടയുടെ ഒരു മണമൊക്കെ മാറി ഒരു നല്ല വാനില ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇനി ഈ മുട്ട കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഒരു തിളയ്ക്കണം, ഒരു 2-3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. ബബിൾ ചെയ്ത് തുടങ്ങി, അതായത് തിള വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റും കൂടി വയ്ക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടിക്ക് പിടിക്കരുത്, വളരെ ശ്രദ്ധിച്ച. നമ്മളുടെ റിച്ച് പേസ്ട്രി ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഇരിക്കുന്തോറും കുറച്ചുകൂടി ഒന്ന് തിക്കാവും. ഇനി നമ്മൾ വേറൊരു പാത്രത്തിൽ ബൗളിലേക്ക് മാറ്റി ഒരു സൈഡിലേക്ക് വയ്ക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തണുക്കാനായിട്ട് ഇത് അല്പം ഒന്ന് കൂളായി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. അതാണ് വേണ്ടത്. നമ്മളുടെ ടാർട്ട് ബേസിൻ്റെ ഡോ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഒരു 20-25 മിനിറ്റ് സമയം വെച്ചിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഉറച്ചു. പിന്നെ നമ്മളുടെ പേസ്ട്രി ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവാണ് അതൊന്ന് തണുക്കാനായിട്ട്. പിന്നെ ഇതാണ് നമ്മളുടെ കട്ട് ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഏത് ഫ്രൂട്ട്സും ആണെങ്കിൽ കിവിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ കിവി കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ട് ഗ്രീൻ ആപ്പിൾ, പ്ലംസ്, സ്ട്രോബെറി, റെഡ് ആപ്പിൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അത്രയൊക്കെ വെച്ച് പിന്നെ വേണമെങ്കിൽ ബനാന വയ്ക്കാം. ബനാന കളർ ചേഞ്ച് ഉണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള പിന്നെ അല്ലെങ്കിൽ ബെറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. അതൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഫ്രൂട്ട്സാണ് വെക്കേണ്ടത്. പിന്നെ നല്ല ഗ്രേപ്സ്, കളർഫുൾ ഗ്രേപ്സ് ഉണ്ടെങ്കിൽ വയ്ക്കാം, ചെറി വയ്ക്കാം, ഒക്കെ ചെയ്യാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ ടാർട്ടിൻ്റെ മോൾഡ്. ഇത് ആവശ്യാനുസരണം വീട്ടിലുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ഏതാണ്ട് ഈ രീതിയിലുള്ള ചെറിയ ഉരുളകൾ പോലെ ഉരുട്ടിയെടുത്തിട്ട്, ഉരുട്ടണമെന്ന് നിർബന്ധമില്ല, അത് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഈ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യാം. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലെടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ നെല്ലിക്കയുടെ സൈസിന് എടുക്കുക. നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യും. ഇതാണ് ടാർട്ടിൻ്റെ മോൾഡാണ്. ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കുക. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അമർത്തി കൊടുത്താൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഈ അളവിൽ നിന്ന് ഏകദേശം 12 14 എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. 12 to 14 ടാർട്ട് ബേസസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ടാർട്ട് കേസിലേക്ക് നമ്മളുടെ ഡോ എല്ലാം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഒരു 14 കിട്ടുമെന്ന് പറഞ്ഞു. 14 അല്ല, ഒരു 16 വരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 16 ടാർട്ട് കേസസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടാർട്ട് ബേസ് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇനി അടുത്ത ചെയ്യേണ്ടത് ഒരു ഫോർക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇതിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഡിപ്രഷൻ അല്ലെങ്കിൽ ആ കുഴി അതൊരു കപ്പിൻ്റെ ഷേപ്പിൽ വരണ്ടേ, അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോർക്ക് വെച്ച് അങ്ങനെ കുത്തുക. ഇതാണ് നമ്മളിനി ചെയ്യുന്ന ജോലി. ഇനി ഇത് ഇത്രയും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രേയിൽ നിരത്തി ഒരു 180 ഡിഗ്രി ചൂടിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഒരു ഇലക്ട്രിക് അവനിലേക്ക് വെച്ചിട്ട് ഏതാണ്ട് ഒരു 30 മിനിറ്റോളം സമയം, 25 to 30 മിനിറ്റ്സ് നോക്കുക. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ഈ ടാർട്ട് ബേസ് എല്ലാം തന്നെ ബേക്ക് ചെയ്യാനായിട്ട് പ്രീ ഹീറ്റഡ് അവനിലേക്ക് ഞാൻ മാറ്റുകയാണ്.
നമുക്ക് സമയം സെറ്റ് ചെയ്യാം. ഒരു 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. നോക്കാം, കറക്റ്റായി കഴിഞ്ഞാൽ നല്ലൊരു കരുകരുപ്പോടുകൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് നമ്മളുടെ അവനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മളുടെ ടാർട്ട് ബേസ് എല്ലാം തന്നെ ബേക്കായി വന്നു കഴിഞ്ഞു. ഇനി ഇത് ഈ ട്രേയിൽ നിന്ന് കുറച്ച് തണുത്ത് കഴിഞ്ഞു ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ തന്നെ ഇളകി വരും. ഇങ്ങനെ ഒരു ബേസും നമ്മളിങ്ങനെ ട്രേ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. നല്ലൊരു കപ്പ് ഷേപ്പിലാണ്, അതേ മോൾഡിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് നമ്മുടെ പേസ്ട്രി ക്രീം ഇപ്പോൾ തണുപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ അകത്തും ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഇത് ആവശ്യാനുസരണം ഇങ്ങനെ ഫില്ല് ചെയ്ത് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇങ്ങനെ അടുക്കുന്നു. അങ്ങനെ നമ്മളുടെ ഫ്രൂട്ട് ടാർട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 6-8 എണ്ണം മാത്രമേ ഇങ്ങനെ ഫില്ല് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളുടെ കയ്യിൽ 16 ടാർട്ട്സ് ഉണ്ട്, ആ ടാർട്ട് കേസസ് ഉണ്ട്. അതിനകത്തെല്ലാം ഫില്ല് ചെയ്യാനുള്ള പേസ്ട്രി ക്രീമും എൻ്റെ കയ്യിലുണ്ട്, ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഇതിന് സഫീഷ്യൻ്റ് ആയിരിക്കും, ആവശ്യത്തിനുണ്ടാകും. അപ്പോൾ പകുതി ക്രീം എടുത്ത് ഇത് മുഴുവൻ ഫില്ല് ചെയ്ത് അപ്പോൾ നിറച്ച് ഫ്രൂട്ട്സ്. അപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കുക, ഇങ്ങനെ എടുത്തിട്ട് ബാക്കിയകത്തേക്ക് വെച്ചിട്ട് 2 ബൈറ്റ്. അപ്പോൾ ആ ഫ്രൂട്ട്സും ഈ ഒരു ക്രസ്റ്റി ആയിട്ടുള്ള ടാർട്ടിൻ്റെ ബേസും പിന്നെന്താ റിച്ച് പേസ്ട്രി ക്രീമും എല്ലാം കൂടി ചേർന്നാൽ എന്തൊരു സ്വാദായിരിക്കും അറിയാം. ഇങ്ങനെ കഴിച്ച് നോക്കൂ, ഉണ്ടാക്കുക, കഴിക്കുക. ഞാനെന്തായാലും ഇപ്പോൾ കഴിച്ച് കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ പറയായിരുന്നു ഇതെങ്ങനെയാണ് ഇത് കഴിക്കേണ്ട രീതി. അപ്പോൾ ഇത് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പേസ്ട്രി ആയിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടും. പിന്നെ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടീസ്, മകളുടെയോ മകൻ്റെയോ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഐറ്റമാണ് കൊടുക്കാനായിട്ട് അതിഥികൾ വരുമ്പോഴും. പിന്നെ നമ്മൾക്ക് വീട്ടിലിതൊരു സ്ഥിരമായിട്ട് ഇപ്പോൾ ടാർട്ടിൻ്റെ കേസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചീത്താവാണ്ട് 2-3 ദിവസമൊക്കെ ഇരിക്കുമല്ലോ. അത് നല്ല വായു അടക്കാത്ത ഡബ്ബയിലിട്ട് വെക്കുക, നല്ല കരുകരുപ്പുണ്ടാവും. പിന്നെ പേസ്ട്രി ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഫ്രൂട്ട്സും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതിഥികൾ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ക്രീം ഫില്ല് ചെയ്യുക, മുകളിലായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും, കാണുന്നവർക്ക് ഭയങ്കര കളർഫുൾ അല്ലേ, നല്ല റിച്ച് ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് മനസ്സിലല്ല, വളരെ എളുപ്പം. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഫ്രൂട്ട് ടാർട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. അതിൻ്റെ ഓരോ സ്റ്റെപ്പും അത് ഒട്ടും തന്നെ തെറ്റാണ്ട് അതേപോലെ തന്നെ ചെയ്യാം, നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.